മാനിഫെസ്റ്റേഷൻ്റെ ബേസിക്സ് വിശദീകരിക്കുന്ന വിഷൻ 90 സീരീസിലെ ഡേ 2 സ്വാഗതം. നമ്മുടെ മനസ്സിന് 2 ലെയറുകളുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. ഒന്ന്, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ്. 2, സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ദൈനംദിന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അനലിറ്റിക്കൽ മൈൻഡ് എന്നും പറയും. നമ്മൾ ഓരോന്നും വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ജീവനായി നമ്മുടെ അമ്മയുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മെമ്മറീസ് സേവ് ചെയ്യപ്പെടാൻ തുടങ്ങും. സ്പിരിച്വാലിറ്റിയിൽ ഇത് കുറച്ചുകൂടെ ആഴത്തിലാണ് പറയുന്നത്. നമ്മളൊരു ജീവനായി ജനിക്കുമ്പോൾ മുതലല്ല, അതിനു മുമ്പേ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരുപാട് മെമ്മറീസ് ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. മാനിഫെസ്റ്റേഷന്റെ സന്ദർഭത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ലഭിക്കുന്ന മെമ്മറികളാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് ആയി പിന്നീട് മാറുന്നത്. ഉദാഹരണത്തിന്, അത്യാഗ്രഹം ആപത്ത് എന്നൊക്കെയുള്ള സാരോപദേശ കഥകൾ കേട്ട് വളരുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങൾ പോലും തെറ്റാണ് എന്ന് പറയുന്ന സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റം ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഈ കുട്ടി പുതിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അയാളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് സിസ്റ്റം എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല, സമൂഹത്തിനും നിങ്ങൾ ഇടപെടുന്ന ആൾക്കാർക്കും നിങ്ങളുടെ പിയർ ഗ്രൂപ്പിനും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യം സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ആ പ്രവർത്തനം തുടങ്ങേണ്ടത്. നിങ്ങളുടെ സബ് കോൺഷ്യസിനെ ശരിയായ രീതിയിൽ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.